ഹായ് മക്കളെ. അപ്പോഴെല്ലാ മക്കൾക്കും അമ്മയുടെ പുതിയ വീഡിയോട്ട് സ്വാഗതം. എല്ലാവരും രാവിലെ എണ്ണിറ്റോ, ചായയൊക്കെ കുടിച്ചോ? അപ്പോൾ അമ്മ രാവിലെ എടുത്തിട്ടുണ്ട്, ചായ ഇടുവാണ്. കണ്ടോ, ചായ ഇടുവാണ്. പിന്നെ അമ്മ താണ്ട സാമ്പാർ ഒഴിപ്പോണ്ടായിരുന്നു, അപ്പം അമ്മ ചൂടാക്കി. കണ്ടാ, നല്ല സൂപ്പർ സാമ്പാർ അമ്മ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അരി നമുക്കിതാ അമ്മ എന്നാ അരച്ച് വെച്ചില്ലായിരുന്നു മാവ്. അതെ, ആ മാവ് നല്ല സൂപ്പറായിട്ട് പൊങ്ങി ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം അമ്മ ഇതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഡലി പുഴുങ്ങണം, സാമ്പാറും കൂട്ടി കഴിക്കാം. ചമ്മന്തിപ്പൊടിയുണ്ട്. നമുക്ക് ചായ കുടിക്കണം. ചായയൊക്കെ തിളച്ചിട്ടില്ല, നമുക്ക് ചായ അരിച്ചെടുക്കാം. നിങ്ങളൊക്കെ രാവിലെ ചായയൊക്കെ കുടിച്ചോ? ചായക്ക് ഇച്ചിരി പാലൊക്കെ കുറവാണേ. അതെ, നമ്മുടെ ചായ കണ്ട, ചൂട് ചായ. അപ്പോൾ ഇനി ഈ ചായ അമ്മ കുടിക്കാൻ പോകണം. നിങ്ങളൊക്കെ ചായ കുടിച്ചോ? അമ്മ ചായ കുടിച്ചോട്ടെ. അവിടെ പോയിരുന്ന് സമ്മതത്ത് ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഇഡലി കൊടുക്കണം. അപ്പോഴേ അമ്മ ദോശയുടെ മാവ് ഒഴിക്കുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പം അമ്മ ദോശ ചുടുവാണ്. ദോശ ചുട്ടിട്ട് അമ്മ സാമ്പാറുണ്ട്. അപ്പം അമ്മ കാണിച്ചു തരാം. അപ്പോഴേ നമ്മൾ ഒരു ദോശ ചുട്ട് വെച്ചേണ്ട. അപ്പോഴേ നമുക്ക് ഒരെണ്ണം കൂടെ ചുടാം. അപ്പം അമ്മയ്ക്ക് 2 എണ്ണം മതിയേ. എന്നതാ ഒരു ദോശയും കൂടെ. കണ്ട, നല്ല സൂപ്പർ മാവാണ്. ഉഴുന്നൊക്കെ തോനെയും ചേർത്ത അമ്മ ദോശയ്ക്ക് അരി ഇഡലി ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചത് ദോശ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ പിന്നെ അത് നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാം. നല്ല അടിപൊളി സാമ്പാർ നമുക്ക് ഇങ്ങോട്ട് ഒഴിക്കാം. കണ്ട, സൂപ്പർ സാമ്പാറാണ്. ചമ്മന്തിപ്പൊടി ഉണ്ട്, ഞാൻ ചമ്മന്തിപ്പൊടി ഇടില്ല. അപ്പം സൂപ്പർ ടേസ്റ്റായിട്ടുള്ള സൂപ്പർ ദോശ ഉണ്ടാ, നല്ല മുരിഞ്ഞ മസാല ദോശയ്ക്കൊക്കെ സൂപ്പർ. അതാണെന്ന് പറഞ്ഞാൽ അമ്മ ഉഴുന്ന് കൂട്ടി അരക്കുന്നുണ്ടാ. നല്ല ചൂട് ദോശയും ചൂട് സാമ്പാറിനകത്തൊരു മുക്കിടുക. സൂപ്പർ, അടിപൊളി. അമ്മേ, ഈ ദോശമാവിനകത്തേ കുറച്ച് ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ടേ. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. നല്ല ചുമക്കുകയും ചെയ്യും, നല്ല മണവുമാണ് ദോശയ്ക്ക്. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കുടിച്ചാൽ നല്ലത്. നെയ്യ് ഇല്ലാത്തതുകൊണ്ട് അമ്മ വെളിച്ചെണ്ണ ഇട്ട് വെച്ചു. കണ്ടാ, സൂപ്പർ സാമ്പാർ. ഇപ്പം കഴിക്കട്ടെ മക്കളെ. അമ്മ ഇന്ന് മീനിന് നോക്കിയപ്പോൾ മീനിന് ഭയങ്കര വില, അതുപോലെ മീനൊന്നും വന്നില്ല. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടേ. ആണ്ടേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കരൾ വാങ്ങിച്ചിട്ടുണ്ട് അമ്മേ. അപ്പം അമ്മ കരൾ താണ്ടേ വയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കരൾ വെന്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ വെച്ച് വരട്ടാം. എന്നിട്ട് നമ്മൾ ചീനി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ നമ്മൾ താണ്ടെ വേവിക്കാൻ വെച്ച് നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോവുക. കുറച്ചെടുത്ത് താണ്ടേ ഇത്രയും ചിക്കനാണ് അമ്മ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്തോട്ട് ഇടാനായിട്ട് കിഴങ്ങ്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത്. പച്ചമുളക് അരിഞ്ഞിടുന്നില്ല, ചതച്ചതാണ്. കാന്താരി, പിന്നെ സവാള, പിന്നെ കറിവേപ്പില, പിന്നെ താണ്ടെ മസാലപ്പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ഇന്നലെ തന്നെ ആക്കി ആപ്പിൾ ഇരുന്നില്ലേ, അപ്പം ആപ്പിൾ ജ്യൂസ് അടിച്ചേ. സൂപ്പർ ടേസ്റ്റ്, പാൽ വാങ്ങിച്ചിട്ട്. അപ്പോൾ 11 മണിക്ക് നമ്മൾ ആപ്പിൾ ജ്യൂസ് കുടിക്കുക. ആപ്പിൾ ജ്യൂസ് കുടിച്ചോണ്ട് തന്നെ നമുക്കിത് ചെയ്യാം. നമ്മൾ കറി വെക്കാനായിട്ട് നമ്മൾ ആ ചട്ടി വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേ. ഞാൻ ചട്ടി ഒന്ന് ചുറ്റി കൊടുത്തിട്ട് നമുക്കിതിലോട്ട് ആദ്യം സവാള ഇടണം. സവാള ഒന്ന് മൂത്തതിന് ശേഷം, ഒരു ചെറിയ മൂപ്പായതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ മതി. 2 കറിവേപ്പില ഞാൻ ഇട്ടേക്കാം സവാള കൂടെ. അപ്പം അടിച്ചു പിടിക്കത്തില്ല. കേട്ടോ, ഇത് നല്ല വൃത്തിയായിട്ട് ഇവിടെ കിടന്ന് മൂക്കട്ട്. ആ മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനകത്തുള്ള അരപ്പ് വരട്ടാം. അപ്പം കഴുകി എല്ലാം നമ്മൾ കണ്ടിച്ച് വേറെ ചെറിയ ബീഫാക്കി വെച്ചേക്കുക. നമുക്ക് അതിലോട്ട് ആദ്യം കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പ്, ഇത്രയും ഉപ്പ് നമ്മൾ ഇരുന്നോളെ. ഈ ചിക്കനകത്തുള്ള ഇത്രയും ഉപ്പ്, അത് ഉപ്പിട്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അമ്മ ഇതിനകത്തുനിന്ന് കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ പൊടികളും
കണ്ട ഗരം മസാല എല്ലാം ഉണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ കറിക്കുള്ള ചിക്കനുള്ള അരച്ച് പരത്തിയെടുക്കാം. കറിക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് എരി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കാന്താരി ചതച്ചതുണ്ട്. ഇന്ന് കാന്താരി എടുത്തേക്കുന്നത് കണ്ട. ഇനി നമുക്ക് ഇത് അരപ്പൊന്നും ഇടണ്ട. അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ. ഇപ്പം എല്ലാം ഉണ്ട്. ഞാൻ ഉപ്പ് പറഞ്ഞായത് അരിഞ്ഞിറങ്ങാം. അപ്പോഴേ ആ കരൾ കാണണ്ടേ ചെറിയ വെള്ളമുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇറക്കി കൊടുക്കണം. അപ്പോൾ ആ വെള്ളമെല്ലാം പറ്റിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. നമ്മുടെ സവാള അല്ല കുറച്ചുകൂടെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. കുറച്ചുകൂടെ ഒന്ന് വരാം. അപ്പോഴത്തേക്ക് നമുക്കേ ആപ്പിൾ ജ്യൂസ്, ഹെൽത്തി ആപ്പിൾ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് വെക്കുന്നതാണ്. നമ്മുടെ സവാളയൊക്കെ ഇതാ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടാം. കണ്ട ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആണ്ടേ ചിക്കൻ മസാലയൊക്കെ തേച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് തീ കൂട്ടിയിടണം. എന്നിട്ട് നമുക്ക് ചിക്കനൊന്ന് ചെറുതായിട്ട് ആ അരപ്പിൻ്റെ മണമൊക്കെ മാറാൻ വേണ്ടി ഈ സവാളയിലും ഇഞ്ചിയും വെളുത്തുള്ളിയിലും കിടന്ന് ചെറുതായിട്ട് മണം മാറട്ടെ. മണമൊന്ന് മാറിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഈ അരപ്പിൻ്റെ വെള്ളവും ഈ കിഴങ്ങും ഇട്ട് കൊടുക്കണം. അത് നമ്മുടെ കരൾ താണ്ടെ വയറ്റിക്കൊണ്ടിരിക്കുക കണ്ട. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമായിരുന്നു കരളിനകത്തോട്ട്. ഇനി അതാ വെള്ളമൊക്കെ താണ്ടെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കരൾ ചെറിയ തീയിലിടണം. ചെറിയ തീയിൽ കിടന്നിട്ട് അതവിടെ കിടന്ന് മുരിയണം. ഫ്രൈ ആയി വരും. കരിയാതെ നമുക്ക് ഫ്രൈ ആയിട്ടെടുക്കാം. ചെറിയ തീയിലവിടെ കിടക്കട്ടെ. ഇളം ചെയ്യണം. അത് നമ്മുടെ കപ്പ വേവിട്ട് കപ്പ എത്ര നല്ല കപ്പയെന്ന് തോന്നുന്നുണ്ട്. അത് വെന്നിട്ട് നമുക്ക് പറയാം. അതാണ് നമ്മുടെ ചിക്കൻ്റെ ഉണ്ട. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കണം. അതൊക്കെ അരിച്ചിരിക്കും. ആ പച്ചമണം ഒന്ന് മാറണം. ഈ അരപ്പിൻ്റെ ചിക്കൻ്റെ ഒക്കെ ഈ പച്ചമണം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറണം. മാറിയിട്ട് അപ്പം മണം കഴിക്കാൻ തുടങ്ങിയില്ല. ചെറിയ മണം മാറിയിട്ടേ നമുക്ക് കിഴങ്ങും അരപ്പും ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ. ഒരു 5 മിനിറ്റ് അമ്മയിൽ ഇളക്കട്ട്. അപ്പം നമ്മുടെ ചിക്കൻ്റെ അരപ്പില്ലാന്നുണ്ടേ കടന്ന് കണ്ട ചെറിയ മണമൊക്കെ വന്നിട്ടുണ്ട്. അരപ്പ് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് മൂത്ത് ചിക്കൻ അതിനകത്തോട്ട് നമുക്ക് ഈ കഴുകി വെച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന കിഴങ്ങും ഈ പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് തോനയും ചേർക്കണം കേട്ടോ. കണ്ടോ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇത് ഇളക്കണം. നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് എനിക്ക് കിഴങ്ങിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചിക്കനകത്ത്. അതാണ് ഇത്രയും വെള്ളം അമ്മ ചേർക്കുന്നുണ്ട്. കണ്ടോ അതൊക്കെ ഇട്ട് ഇത്രയും വെള്ളവും ചേർത്ത് കണ്ട ഇളക്കി. ഉപ്പുണ്ടോ കേട്ടോ? ഉപ്പുണ്ട്. കുറവാണ് നമുക്ക് കുറച്ചിടാം. അപ്പം ഇത് വേവട്ടെ. നമുക്ക് അടച്ചു വെക്കാം. എല്ലാവരും ചോറൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് അമ്മ ചോറ് കഴിക്കാൻ താമസിച്ചേട്ടാ. അപ്പം അമ്മ താണ്ടേ ചോറിടാൻ പോവുകയാണ്. അപ്പം നമുക്ക് നല്ല ചൂട് ചോറിടാം. ഒരുപാട് താമസിച്ചു. അമ്മ ചോറ് ചൂടാക്കിയായിരുന്നേ. എന്താ കുറച്ച് ചോറേ കഴിക്കുന്നുള്ളൂ. ഇനിയിപ്പം വിശപ്പ് കിട്ടും. ചൂട് ചോറ്. പിന്നെ നമുക്ക് കപ്പ കണ്ട കപ്പ ഇടാം. പിന്നെ നമ്മൾ ചിക്കൻ കറി കണ്ട ചിക്കൻ കറി നല്ല വയറ്റി വെച്ച് നമ്മൾ ചിക്കൻ കറി പിന്നെ നമ്മുടെ കരൾ വയറ്റിയതല്ല. കരൾ വയറ്റിയത്
അതോട് കുറച്ചിടാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കാണുമ്പോൾ തിന്നാനും മതിയാവുന്നു. കടല വെച്ചത് കണ്ട, ചോറ്, മരച്ചീനി, ചിക്കൻ കറി വെച്ചത്, കടല വഴറ്റിയത്. അപ്പോൾ ഇത്രയാണ് അമ്മ കഴിക്കുന്നത്. അപ്പോൾ അമ്മ കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചോ? അമ്മ കഴിക്കട്ടെ. അപ്പോഴമ്മ കുളിയൊക്കെ കഴിഞ്ഞതാ ഇവിടെ ഇരിപ്പുണ്ട്. ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അമ്മയ്ക്ക് വൈകുന്നേരം വെച്ച് ചായ കുടിക്കണം തോന്നുക. അമ്മ ചായ ഇട്ട്, പാല് കുറച്ച് ചായ ഇട്ട്. അപ്പം അമ്മ ചായ കുടിക്കുക. പിന്നെ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. അപ്പോൾ ഇത്തിരി ചായ കുടിക്കട്ടെ. നിങ്ങളൊക്കെ ചായ കുടിച്ചോ? അപ്പം അമ്മ ചായ കുടിക്കുക. എല്ലാവരും രാത്രി ആഹാരം കഴിച്ചോ? അപ്പം അമ്മ രാത്രി ആഹാരം കഴിക്കുന്നില്ല. അതെ കണ്ട, നമ്മൾ ദോശ ചുടുകയാണ്. ദോശയും നമ്മുടെ ചിക്കൻ കറിയും കണ്ട. അപ്പം നമുക്ക് ചൂട് ദോശ കഴിക്കാം. കണ്ട, ദോശയും ചിക്കൻ കറിയും. അപ്പോഴമ്മ ദോശയും ചിക്കൻ കറിയൊക്കെ കഴിക്കുവാണ്. അപ്പം എല്ലാം മക്കൾ നമുക്ക് ഒരു ദോശ കൊണ്ട് ഉണ്ടാക്കേ. നാളെ ഇവിടെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് കുറേ പിള്ളേർ മലയ്ക്ക് പോകുന്നുണ്ടേ. അപ്പം അതിൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നാളെ കഞ്ഞിയൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പം മലയ്ക്ക് ആ വീഡിയോ ഒക്കെ അമ്മ അവിടെ പോവുകയാണെങ്കിൽ എടുത്ത് ഇടാം കേട്ടോ. അപ്പോഴെല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാം രാത്രി ആഹാരം കഴിച്ചോ? അമ്മ ഇന്നെന്തായാലും ചിക്കൻ കറി ദോശ ചെയ്യാം കേട്ടോ. ആ ചിക്കൻ കറി ഞാൻ ചൂടാക്കി വെച്ചത് കണ്ട. അപ്പം ചിക്കൻ കറി ദോശ അമ്മ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും നല്ലൊരു ആഹാരമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് പോയി കിടക്കാൻ നല്ലൊരു രാത്രി ആശംസിക്കുന്നു. അപ്പം അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് തരാം.